ഹലോ, എൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. ഇത് വലിയ പ്രത്യേകതയുള്ള വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ഒന്നുമല്ല. ഒരു സാധാ വീക്ക് ഡേയിലെ ഒരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. വീക്കെൻഡ്സിലാണെങ്കിലാണ് നമ്മൾ കുറച്ച് ഔട്ടിങ്ങും പുറത്ത് ഫുഡ് കഴിക്കലും പർച്ചേസും പുറത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ കുറച്ച് എൻ്റെ ഫുഡ് അടിക്കൽ വിശേഷങ്ങൾ, എൻ്റെ കുറച്ച് ഹോംലി മീൽസും വിശേഷങ്ങളൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കിച്ചണിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം 2 ഗ്ലാസ് ചായ വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ ബീഫ് കറിയാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് വറ്റിച്ച് കൊണ്ടുവന്ന ബീഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു ചെറിയ പോർഷൻ കറി എടുത്ത് വെച്ചു. പിന്നെ രാവിലെ കഴിക്കാനായിട്ട് പൊറോട്ട. അപ്പോൾ പൊറോട്ട എന്ന് പറയുന്നത് ഒരു 2-3 പൊറോട്ട ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് അപ്പവും കൂടി ചുടുന്നുണ്ട്. അപ്പോൾ പൊറോട്ട മെയിനായിട്ട് ബീഫ് കറിയുടെ കൂടെ ചേർത്ത് കഴിക്കാനായിട്ട് ഇക്കായിരിക്കും മെയിനായിട്ട് കഴിക്കുന്നത്. എനിക്ക് ഈ രാവിലെ പൊറോട്ടയും ബീഫും പൊറോട്ട അധികം കഴിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എനിക്കും സാറായ്ക്കും വേണ്ടിയിട്ട് ഞാൻ അപ്പവും കാര്യങ്ങളൊക്കെ ചുറ്റിട്ടുണ്ട്. പിന്നെ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പൊറോട്ടയും ബീഫ് കറിയും അല്ലെങ്കിൽ അപ്പവും ബീഫ് കറിയും അതാണ്. പിന്നെ നാട്ടിലെ ബീഫ് ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ്. ഇതിനു മുന്നേ ഞാൻ ഒരു തവണ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബീഫ് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ തവണയാണ് ഇപ്പോൾ വീണ്ടും വെക്കുന്നത്. അപ്പോൾ എന്താണേലും ഞാൻ ഒരു ചെറിയ പൊറോട്ട കുറച്ച് ബീഫ് കറിയും കൂട്ടി ആദ്യം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അതാണ് രാവിലെ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു പൊറോട്ടയും ബീഫ് കറിയുമാണ്. അതിനുശേഷം വെള്ളയപ്പം കൂട്ടി ബീഫ് കറി കഴിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വളരെ ഈ പൊറോട്ട എന്ന് പറയുന്നത് നമുക്ക് കഴിഞ്ഞ ദിവസം കഴിക്കാൻ തോന്നിയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച പൊറോട്ടയാണ്. ഇത് എന്താ പറയുക, നല്ല നാട്ടിലൊക്കെ കിട്ടുന്ന സൈസ് അടിച്ച പൊറോട്ട ഉണ്ടല്ലോ. അപ്പോൾ അത് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതാണ്. അപ്പോൾ അത് കുറച്ച് 2-3 എണ്ണം എക്സ്ട്രാ ഇരുന്നു. അപ്പോൾ അത് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനും കൂടെ എടുത്ത് അതങ്ങ് തീർത്തേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബീഫ് കറി ഉള്ളപ്പോഴത്തേനും പൊറോട്ട എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം പൊറോട്ടയും ബീഫ് എന്ന് പറയുന്നത് ഒരു സൂപ്പർ കോമ്പിനേഷനാണല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് അത്യാവശ്യം സ്പൈസി ആയിട്ട് തന്നെയാണ് ബീഫ് കറി വെച്ചത്. പിന്നെ തേങ്ങ ചേർത്തിട്ടുമില്ല. അപ്പോൾ സ്പൈസി എന്ന് പറയാനായിട്ട് ചില്ലി പൗഡർ കുറച്ച് എക്സ്ട്രാ ആഡ് ചെയ്തു. അതുപോലെ തന്നെ ഗ്രീൻ ചില്ലി, അതായത് ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി ക്രഷ് ചെയ്തല്ലോ, അതിൻ്റെ ആ ഒരു സമയത്ത് ഗ്രീൻ ചില്ലി കുറച്ച് കൂടുതൽ എണ്ണവും ഞാൻ ക്രഷ് ചെയ്തായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കറി എന്ന് പറയുന്നത് അത്യാവശ്യം സ്പൈസിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. കുറച്ച് ടൊമാറ്റോയും സവോളയൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്പൈസിനെ ബാലൻസ് ചെയ്തോളും. എന്നുവെച്ചാൽ ഓവർ സ്പൈസി അല്ല, വളരെ സ്പൈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറി. അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഞാൻ കുറച്ച് കൂടുതലെടുത്ത് ടേബിളിലേക്ക് വെക്കാൻ കാരണം 2-3 ദിവസമായിട്ട് വയ്യായിരുന്നു. അപ്പം നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാനും ഒന്നും പറ്റുന്നില്ലായിരുന്നു. കാരണം ജലദോഷവും ഫീവറും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതൽ ഫ്രൂട്ട്സ് എടുത്ത് വാഷ് ചെയ്തിട്ട് ടേബിളിലേക്ക് വെക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഴിക്കാത്തത് കൊണ്ട് തന്നെ ഫ്രൂട്ട്സ് കുറച്ച് എക്സ്ട്രാ ഇരിക്കുന്നത്, അപ്പോൾ ചീത്തയായി പോവാതെയും പിന്നെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി നമ്മുടെ ഉള്ളിലേക്ക് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കൂടുതൽ ഫ്രൂട്ട്സ് തന്നെ വാഷ് ചെയ്ത് കട്ട് ചെയ്ത് ടേബിളിലേക്ക് വെക്കുകയാണ്. അപ്പോൾ സ്ട്രോബെറിയും അതുപോലെ തന്നെ ഗ്രേപ്സ്, പേരയ്ക്ക, ആപ്പിളും, ഈ കുറച്ച് ഫ്രൂട്ട്സ് ഇങ്ങനെ കട്ട് ചെയ്ത് ടേബിളിൽ വെക്കുകയാണെങ്കിൽ ഇക്കായാണേലും മക്കളാണെങ്കിലും ഞാനാണേലും മാറി മാറി എടുത്ത് കഴിച്ചോളൂ. അല്ല ഫ്രിഡ്ജിൽ അത് ഇരിക്കുകയാണെങ്കിൽ അത് അങ്ങനെ ഇരുന്ന് അങ്ങ് ചീത്തയായി പോത്തേയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ വാഷ് ചെയ്ത് കട്ട് ചെയ്ത് ടേബിളിലേക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും ഉച്ചയായപ്പോഴത്തേനും വലിയ കാര്യമായിട്ടുള്ള കുക്ക് ചെയ്യാനൊന്നും തോന്നിയില്ല. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ഒരു മീൽസ് വാങ്ങിച്ചു. അപ്പോൾ മീൽസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര റേറ്റൊക്കെ വളരെ കുറവാണ്. പിന്നെ ഡിഫറൻറ്റ് വെറൈറ്റി ഒരുപാട് കറികളും കാര്യങ്ങളൊക്കെ മീൽസിലുണ്ട്. അപ്പം ഞാൻ ഒരുപാട് ആസ്വദിച്ച് കഴിക്കാനായിട്ടുള്ള ഒരു ഇതെനിക്കില്ലായിരുന്നു. കാര്യം എന്താ വെച്ചാൽ മീൽസ് എന്ന് പറയുന്നത് ഇപ്പം എനിക്കിവിടുത്തെ മീൽസ് അത്ര പോരാ. ഈ ഒരു കടവത്തൂർ റെസ്റ്റോറൻറ്റിലെ മീൽസ് എനിക്ക് അത്ര പോരാ. അതുകൊണ്ട് ഞാൻ ഒരുപാട് ആസ്വദിച്ച് കഴിക്കുന്ന വീഡിയോ ഒന്നും ചെയ്യുന്നില്ല. നോർമലി ഒരു മീൽസ് ഞാനിപ്പോൾ
എടുത്തിരുന്ന കറി എന്ന് പറയുന്നത് നല്ല മുളകിട്ട ഫിഷ് കറി എടുത്തിട്ടുണ്ട്, അവിയൽ എടുത്തിട്ടുണ്ട്, പിന്നെ പപ്പടം, അച്ചാർ, പിന്നെ റൈസിലേക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള കുറച്ച് രസം, പിന്നെ പപ്പടം ഒക്കെ കൂട്ടി കുഴച്ച് ഞാൻ കഴിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ക്യാബേജ് തോരൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സാമ്പാർ ഉണ്ടായിരുന്നു, തേങ്ങ അരച്ച മീൻകറി ഉണ്ടായിരുന്നു, അങ്ങനെ പായസം ഉണ്ടായിരുന്നു, അങ്ങനെ പല പല കൂട്ടം കറികളുണ്ടായിരുന്നു. ഞാൻ കൂട്ടുന്ന കുറച്ച് കറികൾ മാത്രം എടുത്ത് ഞാൻ കുറച്ച് മീൽസ് കഴിച്ചു. അപ്പോൾ മീൽസൊക്കെ കഴിച്ചതിന് ശേഷം എൻ്റെ എനിക്ക് പഴങ്ങളിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് പൂവൻ പഴം എന്ന് പറയുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം ഷക്ലാൻഡിൽ നമ്മൾ പർച്ചേസിന് പോയപ്പോഴും, ഷക്ലാൻഡ് ഇപ്പം എപ്പോഴും കിട്ടുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു പഴം എന്ന് പറയുന്നത്. ഇതിനെ പൂവൻപഴം എന്ന് തന്നെയാണോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല, ഞാനിതിനെ പൂവൻപഴം എന്നാണ് പറയുന്നത്. ഇതിന് വേറെ എന്തെങ്കിലും പേരുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലെ വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള കുറച്ച് കപ്പ വറുത്തത്, അതും കുറച്ച് കഴിച്ചു. അതിനുശേഷം വൈകുന്നേരമായപ്പോൾ ചായയൊന്നും പ്രത്യേകിച്ച് ഇടുന്നില്ല, കാര്യം ഇക്ക ഇല്ല. എന്താ പറയുക, പുറത്ത് ഷട്ടിൽ ബാറ്റ് കളിക്കാനൊക്കെ പോയി, ഇനിയിപ്പം കുറച്ച് ലേറ്റ് നൈറ്റായിട്ടേ വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചായയും കാപ്പിയൊന്നും വെക്കുന്നില്ല. പിന്നെ രാവിലെ പോരാത്തതിന് ഒരു ഗ്ലാസ് കുടിച്ചതാണല്ലോ. ഇക്ക ഉള്ള ദിവസങ്ങളിൽ മാത്രമേ ഞാൻ ഈവനിങ് ടീ അല്ലെങ്കിൽ കോഫി എന്തെങ്കിലും ഇടത്തുള്ളൂ. അപ്പോൾ എനിക്ക് മുളക് ബജി എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് മുളക് ബജി എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഫ്രിഡ്ജിൽ കുറച്ച് 3-4 മുളക് ഇരുന്ന്, അപ്പോൾ അതിനി ഇരുന്ന് കഴിഞ്ഞാൽ ചീത്തയായി പോകുമെന്ന് വിചാരിച്ച്, വേസ്റ്റ് ആക്കരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് മുളക് ബജി പൊരിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കിയ ബാറ്റർ എന്ന് പറയുന്നത് കുറച്ച് കടലമാവ്, അതുപോലെ തന്നെ മൈദ, കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് കായം, ഇത്രയും മാത്രമാണ് ഞാൻ എൻ്റെ ബാറ്ററിന് വേണ്ടി റെഡിയാക്കിയിരിക്കുന്നത്. പിന്നെ നന്നായിട്ട് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ ചില്ലി ഡിപ്പ് ചെയ്ത് എണ്ണയിലേക്ക് ഇട്ടു. അപ്പോൾ എന്താ പറയുക, ഒരു ചില്ലി 2 പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തത്. അപ്പം കടയിൽ ഒരുപാട് ഹ്യൂജ് വലിയ മുളകുകളാണ് ഇരിക്കുന്നത്. ഉള്ളതിൽ ചെറുതായിട്ട് തോന്നിക്കുന്ന ഒരു 4-5 എണ്ണമാണ് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതാണ് ഒരു ആവറേജ് സൈസ് ഉള്ളത്. ഭയങ്കര വലിയ സൈസിലുള്ള ഒരുപാട് കണ്ടിരുന്നു. അപ്പോൾ ഒരുപാട് വലിയ സൈസ് ആകുമ്പോഴത്തേനും വൃത്തികേടാവില്ല, കാരണം വേകാതെ വരിക അങ്ങനെയൊക്കെ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ മുളക് ബജി മുളക് ചമ്മന്തിയും കൂട്ടി കഴിക്കാനായിട്ട് ഇഷ്ടമുള്ള ഒരാളായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ ദിവസം മുതൽ ആ ഒരു ഇഷ്ടം മാറി. കാരണം നമ്മൾ കരാമയിൽ ഒരു ഈവനിങ് ടീ സ്നാക്ക് കഴിക്കാൻ പോയപ്പോഴത്തേനും അവിടെ മുളക് ചമ്മന്തി ഇല്ലായിരുന്നു. അപ്പം ബജ്ജിയുടെ കൂടെ അവരെന്ത് ചെയ്തു, ടൊമാറ്റോ കെച്ചപ്പാണ് തന്നത്. അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് കൂട്ടി കഴിച്ചപ്പോഴത്തേനും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു അടിപൊളി കോമ്പിനേഷനാണല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് കൂട്ടി കഴിക്കുന്നതെങ്കിൽ നമ്മൾ വീട്ടിൽ മുളക് ബജി പൊരിക്കുമ്പോഴത്തേനും ആ ഒരു ബാറ്ററിലേക്ക് കൂടുതൽ ചില്ലി പൗഡർ ഇടണം. അപ്പോൾ കൂടുതൽ ചില്ലി പൗഡർ, അതായത് അപ്പോൾ ആ ഒരു ബജ്ജി എന്ന് പറയുന്നത് എരിവായിട്ടിരിക്കണം. അങ്ങനെ ആകുമ്പോഴത്തേനും ടൊമാറ്റോ സോസ് കൂട്ടി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ വളരെ ക്രിസ്പി ആയിട്ടുള്ള ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള നല്ല ചൂട് 2-3 മുളക് ബജിയൊക്കെ കഴിച്ചു. അതിനുശേഷം ഉച്ചയ്ക്ക് ഒന്നും കുക്ക് ചെയ്യാഞ്ഞതല്ലേ, അപ്പോൾ എന്തെങ്കിലും ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് ദോശയുടെ മാവ് എടുത്തിട്ട് തണുപ്പൊക്കെ മാറാനായിട്ട് പുറത്തെടുത്ത് വെച്ചു. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഫ്രഷ് ആയിട്ട് കുറച്ച് സാമ്പാർ റെഡിയാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദോശയും സാമ്പാറുമാണ് രാത്രി ഡിന്നറിന് വേണ്ടി റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗാർലിക്ക്, അതുപോലെ തന്നെ പച്ചക്കായ, സവോള, പച്ചമുളക്, നമ്മുടെ മുരിങ്ങയ്ക്ക, തക്കാളി, പൊട്ടറ്റോ, അങ്ങനെ വെജിറ്റബിൾസ് പലതും ഉണ്ടെങ്കിൽ പോലും ഞാനിപ്പോൾ സാമ്പാർ വെക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാറുണ്ട്, വെജിറ്റബിൾസിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറയ്ക്കാറുണ്ട്. എല്ലാ വെജിറ്റബിൾസ് എടുക്കാറുമില്ല. കാര്യം എന്താ വെച്ചാൽ സാമ്പാർ ഇപ്പോൾ കുറച്ച് ചെറിയ പോർഷനായിട്ടേ ഞാൻ വെക്കുന്നുള്ളൂ. കാരണം 1 നേരം 2 നേരം കൂട്ടാം, ഫ്രഷായിട്ട് പ്രിപ്പയർ ചെയ്ത് ഫ്രഷായിട്ട് കഴിച്ച് തീർക്കാം എന്നുള്ള ഒരു പ്ലാനിലാണ്. അപ്പം അങ്ങനെ നമ്മുടെ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള പൊടികളായിട്ട് ഞാൻ സാമ്പാറിൽ ചേർക്കുന്ന കുറച്ച് സാമ്പാർ പൊടി, കായപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയുമാണ് ഞാൻ സാമ്പാറിന് വേണ്ടിയിട്ട് പൊടികളായിട്ട് ചേർക്കുന്നത്. പിന്നെ കുറച്ച് സാമ്പാർ പരിപ്പ് കഴുകി ആ വെജിറ്റബിൾസിൻ്റെ കൂടെ ഇട്ടും. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു സാമ്പാറാണ്. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് സാമ്പാർ എന്നൊക്കെ പറയാം. സമയമെടുത്ത് നമുക്ക് സാമ്പാർ ഡീറ്റെയിൽഡ് ആയിട്ട് വെക്കാം, അതൊന്നും വേണ്ട. ഞാൻ രാത്രി ഡിന്നറിന് വേണ്ടിയിട്ടാണല്ലോ, അപ്പോഴത്തേനും ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് അങ്ങ് വേവിച്ച് ഒരു വിസിൽ അല്ലെങ്കിൽ 2 വിസിൽ അത് മതി. അപ്പോൾ അതിനുശേഷം നമ്മുടെ സാമ്പാർ എന്ന് പറയുന്നത് നമ്മൾ താളിച്ചൂറ്റാൻ പോവുകയാണ്. അപ്പോൾ പാനിലേക്ക് കൊക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിച്ചു. അതിനുശേഷം കൊച്ചുള്ളി, വെളുത്തുള്ളി, വറ്റൽമുളക്, കറിവേപ്പില, ഈ വക ഐറ്റംസ് എല്ലാം ഇട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം കുക്കറിലേക്ക്
അല്ല നമ്മുടെ പാനിലേക്ക് സാമ്പാറും കൂടെ തട്ടുന്നു. തട്ടിയതിന് ശേഷം എന്താണോ കുറവ്, ഉപ്പോ കായോ എന്താണോ നമുക്ക് ആവശ്യത്തിന് വേണ്ടത്, സ്പൈസാണോ എന്താണെന്ന് വെച്ചാൽ നമ്മളത് ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം കൂടെ ഒന്ന് തിളപ്പിക്കുക. ഞാൻ സാമ്പാറിൽ പുളി ചേർക്കുന്നില്ല കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാലും ഞാൻ തക്കാളി അത്യാവശ്യം നല്ല രീതിയിൽ സാമ്പാറിൽ ചേർക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇനിയും എക്സ്ട്രാ പുളിപ്പിൻ്റെ ഒരു ആവശ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ സാമ്പാറിൽ ഇനി പുളിവെള്ളം ഒഴിക്കാറുണ്ടല്ലോ, സാമ്പാറിൽ പുളിവെള്ളം ഒഴിക്കാറുണ്ട്. ഞാനത് ഒഴിക്കുന്നില്ല. കാരണം ആ ഒരു ഓവർ പുളിപ്പെന്ന് പറയുന്ന ആ പുളിപ്പ് രസം മുന്നിൽ നിൽക്കുന്നത് എനിക്ക് അത്ര താല്പര്യമില്ല. എനിക്ക് തക്കാളിയുടെ പുളിപ്പ് തന്നെ ഓൾറെഡി സെറ്റാണ്. അപ്പോൾ ഇതാ നന്നായിട്ട് കുറച്ച് കൂടുതൽ കൊച്ചുള്ളിയും കുറച്ച് കൂടുതൽ ഗാർലിക്കും ഒക്കെ ഞാൻ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മൂപ്പിക്കുന്നുണ്ട്. ഇത് നമ്മുടെ സാമ്പാറിന് നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക്. നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡാണ് ഇഡ്ഡലി സാമ്പാർ, അതുപോലെ തന്നെ ദോശ സാമ്പാർ എന്നൊക്കെ പറയുന്നത് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡാണ്. അപ്പോൾ മോളാണെങ്കിലും ഭയങ്കര ഇഷ്ടപ്പെട്ട് തന്നെ കഴിച്ചോളും. സാമ്പാർ ദോശയൊക്കെ ഉള്ള ദിവസങ്ങളിൽ വളരെ ഇഷ്ടപ്പെട്ട് തന്നെ കഴിച്ചോളും. അപ്പോൾ ഇതാ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒരു 1-2 വിസിൽ കേട്ടതുകൊണ്ട് തന്നെ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല. അപ്പം ആവശ്യത്തിനുള്ള വേവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പരിപ്പെന്ന് പറയുന്നതും ഒരുപാട് വെന്തലിഞ്ഞു പോയിട്ടില്ല. എനിക്ക് പരിപ്പൊന്ന് കടിക്കാൻ കിട്ടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പരിപ്പും ചെറിയ രീതിയിൽ കടിക്കാനൊക്കെ കിട്ടുന്നുണ്ട്. എന്നാൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഓവറായിട്ട് വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല. അപ്പോൾ നമുക്ക് സാമ്പാറിന് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടാനായിട്ട് ഞാൻ കുറച്ച് കായം ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് തിളപ്പിക്കുകയാണ്. അതിനുശേഷം ആവശ്യത്തിന് കുറച്ച് ഉപ്പ് വേണമായിരുന്നു, കുറച്ചും കൂടെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ദോശ ചുടാനായിട്ടുള്ള പാൻ വെച്ചു. അപ്പോൾ ദോശ വളരെ ടേസ്റ്റി ആയിട്ട് ദോശയും കൂടെ ചുട്ടെടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ വലിയ കാര്യമായിട്ടുള്ള കുക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഉച്ചയ്ക്കും കുക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് രാത്രിയിൽ കുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു സാമ്പാർ ഇപ്പം നമ്മൾ ഡിന്നറിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും കൂടെ ഈസി ആയിട്ട് സാമ്പാർ യൂസ് ചെയ്യാമല്ലോ, കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ നമ്മുടെ സാമ്പാർ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് തിളയ്ക്കട്ടെ. അപ്പം നമ്മൾ കടുക് പൊട്ടിച്ച് താളിച്ച് വെളിച്ചെണ്ണയൊക്കെ ആയിട്ട് ഒന്ന് കുറച്ച് നേരം കൂടെ കിടക്കുമ്പോഴത്തേനും സാമ്പാറിൻ്റെയൊക്കെ ടേസ്റ്റ് അങ്ങ് കൂടും. അപ്പോൾ ദോശ ഓരോന്നോരോന്നായിട്ട് ചുട്ട് നമ്മൾ കാസ്ട്രോളിലേക്ക് മാറ്റുകയാണ്. അപ്പം ഞാൻ ദോശയുടെ ബാറ്റർ എന്ന് പറയുന്നത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കുറച്ച് സോഡാപ്പൊടി, ഇവിടെ തണുപ്പും കാര്യങ്ങളൊക്കെ കാരണം ഞാൻ കുറച്ച് ഒന്ന് റെഡിയായി വന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഒരു പിഞ്ച് സോഡാപ്പൊടിയും കൂടെ ചേർക്കും. അപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം അല്ലെങ്കിൽ ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി ഒക്കെ നമുക്ക് എത്ര തണുപ്പാണെങ്കിലും എത്ര പുറത്ത് എത്ര ലോ ടെമ്പറേച്ചർ ആണെങ്കിലും നമുക്ക് നമ്മുടെ ദോശയും അപ്പവും ഇഡ്ഡലിയും എല്ലാം വളരെ സെറ്റായിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ കിച്ചണിലെ ഡ്യൂട്ടി ഡിന്നർ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഞാൻ എൻ്റെ ഡിന്നർ എന്ന് പറയുന്നത് ടേബിളിലേക്ക് സെറ്റ് ചെയ്തു. അപ്പോൾ ഞാനിതാ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് 2 ദോശ. അപ്പം ദോശ ഞാൻ ഇക്കായ്ക്ക് ചുടുമ്പോഴത്തേനാണ് കുറച്ച് തിന്നായിട്ട് അങ്ങ് നീട്ടി പരത്തി ചുടുന്നത്. അപ്പോൾ എനിക്കും സാറായ്ക്കും ഒക്കെ ഞാൻ തട്ടുദോശയാണ് ചുടുന്നത്, തിക്ക് ദോശ. അപ്പോൾ അതാ ഞാൻ 2 തിക്ക് ദോശ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ സാമ്പാർ ഒഴിച്ചൊഴിച്ച് കഴിക്കുകയാണ്. അപ്പോൾ ഭയങ്കര നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒന്നാമത് ഈ നമ്മൾ താളിച്ചൂറ്റുന്നത് കൊണ്ടും പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കായ ഇടുന്നത് കൊണ്ടും പിന്നെ കുറച്ച് സാമ്പാർ പൊടി, നമ്മുടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഈ വക ഐറ്റംസൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ നമ്മൾ സാമ്പാർ പൊടിയുടെ അളവ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വളരെ കുറച്ചാണ്. പിന്നെ കുറച്ചൊരു ഫ്ലേവർ കിട്ടാനായിട്ട് കുറച്ച് സാമ്പാർ പൊടി എനിക്ക് നിർബന്ധമാണ്. എനിക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ സാമ്പാറിലിടുന്നത് വളരെ നിർബന്ധമാണ്. പിന്നെ ചിലർ സാമ്പാർ പൊടി മാത്രം ഇടാറുണ്ട്, കാരണം അതിൽ ഓൾറെഡി എല്ലാം സെറ്റാണല്ലോ. പക്ഷേ എനിക്കത് പോരാ, എനിക്ക് എല്ലാം കൂടെ കുറച്ച് ഇടുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതാ ഞാൻ വളരെ ആസ്വദിച്ച് എൻ്റെ ഡിന്നർ കഴിക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ട് വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ള എൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഹോംലി മീൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീക്ക് ഡേയ്സിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്, കംപ്ലീറ്റ് ഹോംലി മീൽസും കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ. അപ്പോൾ വീക്കെൻഡ്സിലാണ്, സാറ്റർഡേയ്സിൽ അല്ലെങ്കിൽ ഫ്രൈഡേയ്സിലൊക്കെയാണ് നമ്മൾ പുറത്ത് പോയി കഴിക്കലും ഔട്ടിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.